ഓരോ കേസുകളായിട്ട് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 17കാരിയുടെ മരണം ആ ഗ്രാമത്തിലുണ്ടാകുന്നത് അതിപ്പോഴും നിങ്ങൾ ഈ പ്രൊട്ടസ്റ്റുമായിട്ട് മുന്നോട്ട് പോകാൻ കാരണം എന്താണ്? അതിന് അത്ര കണ്ട് തെളിവുകളുണ്ട്. ആരാണ് ഇതിന് പിന്നിലെന്ന് നിങ്ങൾക്ക് വ്യക്തതയുണ്ടോ? വ്യക്തത 100% വ്യക്തതയുണ്ട്. ആരാന്ന് ഞാൻ അവിടുത്തെ ആ പ്രഭാവി വ്യക്തിൻ്റെ അനിയൻ്റെ മോൻ ഇവർ പറയുന്ന അന്ന് അമേരിക്കയിലാന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ സ്പീച്ച് ചെയ്യുമ്പോൾ ഞാൻ കാര്യം പറഞ്ഞു. 2-ാം തീയതി ക്രിക്കറ്റ് കളിച്ച് ആരാ അന്നേരം പബ്ലിക്ക് തന്നെ എല്ലാം റെക്കോർഡ് സമയത്ത് അയച്ചു തന്നുണ്ട്. പിന്നെ എന്താ സാർ പറയുന്നത്? പിന്നെ ഞാൻ ചോദിക്കുന്നത്, ശരി ഇവരിങ്ങനെ അവരല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മോനല്ലെന്നുണ്ടെങ്കിൽ കർണാടകത്തിലെ ഒരേ ഒരു മാധ്യമത്തിൽ മാത്രം ആ നക്കലി പാസ്പോർട്ട് കാണിച്ചിട്ട് എൻ്റെ മോൻ അമേരിക്ക പോയെന്ന് കാണിച്ചുകൊണ്ട് ഇവർക്കെന്താ ഒരു പ്രസ് മീറ്റിംഗ് ചെയ്യാനായിട്ട്? ഇല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻക്വയറി പ്രസ് മീറ്റിംഗ് ഇവർ പോയെന്നുള്ളതിൻ്റെ എന്തായാലും എയർപോർട്ടിൽ ചെന്ന് എല്ലാം കിട്ടുമല്ലോ. ഇവർക്കൊരു കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡ് എടുത്ത് നേരിട്ട് ഒറിജിനൽ കൊടുക്കാമല്ലോ. എന്തും കൊണ്ട് കൊടുക്കുന്നില്ല? എന്തും കൊണ്ട് ഇതിന് പേടിച്ചുകൊണ്ടിരിക്കുന്നു? അതുമല്ലാതെ ഈ കൊച്ചിൻ്റെ ഇപ്പോൾ 17 വയസ്സായ കൊച്ചിൻ്റെ മരിച്ച വലിയച്ഛനും ഇവരെല്ലാം അവിടെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ജോലി ചെയ്ത് അവർ കടയുണ്ടായിരുന്നു, നേത്രാവത്തിലും കടയുണ്ടായിരുന്നു, അവിടെ കടയുണ്ട്. ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അന്നേരം ഈ വലിയ പുള്ളീൻ്റെ ഇപ്പം ഈ ഗ്രാമത്തിൽ ഒരാൾ മരിച്ചു കഴിയുമ്പം വലിയ പുള്ളീൻ്റെ അടുത്ത് ഇത് പറയുക, വലിയ പുള്ളി പറയുക അതാ വിട്ടുവിടുക, അതെൻ്റെ കുടുംബത്തെ സമ്മതിച്ചാൽ അവരെല്ലാം സമ്മതിച്ച്, എൻ്റെ കുടുംബത്തെ സമ്മതിച്ചാൽ വിട്ടുവിടാനായിട്ട് സമ്മതിച്ച്. എന്നാലും അതിൻ്റെ കൂടെ ഇതിനൊരു പുള്ളി ആ പുള്ളി വിട്ട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് നിങ്ങളിനി ഇതിലേക്ക് പോകുമ്പോൾ ജാഗ്രത ചെയ്തേ, ഇവിടെ തലയിൽ പോകുമ്പോൾ ഹെൽമെറ്റൊക്കെ ഇട്ടുകൊണ്ട് പോയി വലിയ കല്ല് വലിയ കല്ല് ആ കല്ലിന് തലയൊന്ന് ഇടിക്കേണ്ട ഇൻഡയറക്റ്റായിട്ട് അടിച്ച് അവരുടെ സ്വഭാവം അത് തന്നെ ഇൻഡയറക്റ്റായിട്ട് പുള്ളിക്ക് അടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ 11-ാം തീയതി 10-ാം തീയതി മൃതദേഹം എടുത്തു. അതിന് 11-ാം തീയതി ആകുമ്പോഴത്തേനും ബെൽത്തങ്ങാടി സ്റ്റേഷൻ ഭയങ്കര സമരമായിക്കൊണ്ട് ആൾക്കാർ ഭയങ്കര കൂടി. ഇവരുടെ അത്ര അക്രമം നടന്നുകൊണ്ടിരുന്നത്. ഇതെല്ലാം കണ്ട് മതിയായിട്ട് ഇപ്പം കുറച്ചൊക്കെ നോളേജ് അന്നേരം ആൾക്കാർ വന്നു. അങ്ങനെ ബെൽത്തങ്ങാടി സ്റ്റേഷനിൽ ചെന്ന് ഭയങ്കര സമരം ചെയ്യാൻ തുടങ്ങിയപ്പം മഹേഷ് തിമറോടി എന്ന് പറഞ്ഞില്ലേ ഇപ്പം ഇതിൻ്റെ ഒരു കണ്ണായി നിൽക്കുന്നത്, ആ പുള്ളീനെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് വരാൻ പറഞ്ഞുകൊണ്ട്. എന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞാൽ ഇവിടെ ആൾക്കാർ കേൾക്കും, വേറെ ആരും പറഞ്ഞാൽ അത്ര വേഗമൊന്നും കേൾക്കുകയില്ല. അങ്ങനെ പുള്ളിനെ വിളിച്ചിട്ട് ഇപ്പം ഈ ഒരു കേസിനകത്തുണ്ടല്ലോ SIT അനുചേതൻ ആ പുള്ളി ഉണ്ടെന്ന് ആ സമയത്ത് ആ പുള്ളി ASP ആയിട്ടുണ്ടായിരുന്നു പുള്ളി. അങ്ങനെ അവിടെ വിളിച്ചു കഴിഞ്ഞിട്ട് ആര് പറഞ്ഞാലും ആൾക്കാർ കേൾക്കുന്നില്ല. ഇത് അറസ്റ്റ് ആവണം തനിക്കാവണം എന്ന് പറഞ്ഞു ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് പുള്ളി വന്നിട്ട് പറഞ്ഞു നിങ്ങൾ പോയിക്കോ, ഈ കേസ് സത്യം പുറത്തുകൊണ്ട് വരുന്ന പണി എൻ്റെയാന്ന് പറഞ്ഞു. പുള്ളി സത്യം പുറത്തുകൊണ്ട് വരുന്ന എൻ്റെ പണിയാന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് ചോറുകൊണ്ടുവന്നിരിക്കുമ്പം പോലീസുകാരൻ തന്നെ ഫോൺ ചെയ്യുന്നു വെളുത്തുംകാളിൽ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് അറിയാം സത്യം എന്താണെന്ന്. മഹേഷനെ വിളിച്ച് പറയുന്നു ഓടിക്കോളാൻ പറയുന്നു. നിങ്ങൾ ഓടിക്കോളാൻ പറയുന്നത് നിങ്ങൾ ചോറിട്ടിട്ട് ഓടാനാണ് പറയുന്നത് പുള്ളീൻ്റെ അടുത്ത്. പുള്ളി 2 മാസം കാട്ടിലായിരുന്നു. അന്നേരം അന്നത്തെ SP അഭിഷേക് ഗോയൽ ഇവരെല്ലാം ചേർന്ന് പുള്ളീനെ എൻകൗണ്ടർ ചെയ്യാൻ വന്നതാണ്. പുള്ളീനെന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുത്വത്തിൻ്റെ ആയിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അന്നേരം ആർക്കും ഉപദ്രവമില്ല, ഇവിടെ എവിടെയെങ്കിലും വേറെ ഒരു ജാതിക്കാർ വന്ന് വിളിച്ചുകൊണ്ട് പോയി അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നല്ല രീതിയിൽ കൊണ്ടുവരുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ആർക്കും ഉപദ്രവം അങ്ങനെ കുറേ കേസുകൾ പുള്ളീന് വേണ്ട വന്ന് പുള്ളിനെ ഒരു റൗഡി ലിസ്റ്റ് ആക്കി വെക്കുമായിരുന്നു. ആരെയും കൊന്നിട്ടില്ല, ആരും അടിച്ചിട്ടില്ല. ഈ വാക്കും ഇങ്ങനെയുള്ള കാര്യത്തിന് പുള്ളിന് വേണ്ട ഓരോരോ കേസ് ഇട്ടിട്ട് ഇപ്പം ഞങ്ങൾ വേണ്ടിയിരുന്നില്ല ഇവർ അതേപോലെ പുള്ളിന് വേണ്ടി കേസ് ഇട്ട് ഒരു റൗഡി ലിസ്റ്റ് അങ്ങനെ ആ ഒരു എൻകൗണ്ടർ ചെയ്യുകയാണെങ്കിൽ ആവുമല്ലോ, ക്ലോസ് ആകുമല്ലോ. അങ്ങനെ പുള്ളി കാട്ടിലായിരുന്നു. അത് കഴിഞ്ഞ് വന്നപ്പം പുള്ളി പണി അങ്ങ് തുടങ്ങി, അതിൻ്റെ സമരം തുടങ്ങി. അവർക്ക് അന്ന് എല്ലാവർക്കും മനസ്സിലായി ഇവിടെ ഉണ്ടായിരുന്ന ഇവൻ്റെ മോൻ ഇവർ ചെയ്ത് കൂട്ടായിട്ട് ചെയ്ത് എല്ലാവർക്കും അറിയാം. ഏതിലെ ബോഡി കൊണ്ടുവന്നിട്ടത് എങ്ങനെ കൊണ്ടുവന്നിട്ട് കൊച്ച് രാത്രിയൊക്കെ ചോറ് ചോദിച്ചാൽ അതിൻ്റെ കൊച്ച് വിശന്നിട്ട് ചോറ് ചോദിച്ചായിരുന്നു വിശക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട്. അത് ഈ മരിക്കുന്നതും കഴിയും 6 മണിക്കൂർ ബാക്കിലാണ് കൊടുത്തേക്കുന്നത്. അത് റിപ്പോർട്ടിനകത്തുണ്ട്. അതിൽ ആരാ ഈ ചോറ് കൊടുത്തത്, എവിടെയാണ് കൊടുത്തത്? ഈ അതും ഒരു കാര്യം പറഞ്ഞ് ഈ ചോറ് കൊടുത്ത സ്ത്രീനെ കുളത്തിൽ തള്ളിയിട്ട് കൊന്നു ഒരു വീട്ടിൽ. ഇതിനകത്തുള്ളൊരു അത്യാചാരിയുടെ വീട്ടിലാണ് ചോറ് കൊടുത്തത്. ഈ TVക്കകത്തല്ല ഈ കൊച്ചിൻ്റെ ഫോട്ടോ വന്നപ്പോൾ ഈ കൊച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ വീട്ടിൽ, ഇതിനല്ല ഞാൻ ചോറ് കൊടുത്തതെന്ന് പറഞ്ഞ്. അന്നേരം CID തനിക്ക് കഴിഞ്ഞിട്ട് CBI വന്നപ്പോഴത്തേന് ആ തള്ളനെ കുളത്തിൽ തള്ളിയിട്ട് കൊന്നു. അതും കാല് തെന്നി വീണ് ചത്തെന്ന് പറഞ്ഞാക്കി. ഇതൊക്കെ ഇവർ പറയും. അതാ 4 ഞാൻ മറന്നുപോയാലും പറഞ്ഞിട്ട് ഇങ്ങനെ കൊന്ന ആൾക്കാരെ ഇതുവരെയൊക്കെ അതിനാ മഹേഷൻ നിന്നിട്ട് തരുമെന്ന് അതുകൊണ്ട് ഇന്നും ആ പുള്ളിക്കാരൻ നേരിട്ട് നിൽക്കുന്നത്. പുള്ളിക്കെന്ന് പറഞ്ഞാൽ കോടികൾ ഓഫർ വന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നുമില്ല, മാനവിക നിലയിൽ നിന്ന് ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്.